അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീക്കിലി അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് കഴിഞ്ഞ എല്ലാ മാസവും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാ മാസവും പ്രൈസ് പുതിയൊരു ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴായിട്ട് എല്ലാ വീക്കും പ്രൈസ് പുതിയ പുതിയ ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്താണ് പ്രൈസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞു ബിയർഷിലേക്കുള്ള സാധ്യതകളൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. ഈ ആഴ്ച സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ബിയർഷിലേക്ക് പ്രൈസ് മൂവ് ചെയ്യാനുള്ള സാധ്യതകളൊന്നും കിട്ടിയില്ല. പക്ഷേ നമുക്ക് നോക്കാം ഈ വീക്ക് എന്താണ് സംഭവിച്ചത്. പക്ഷേ ഈ വീക്ക് എനിക്ക് എടുത്തു പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റുഡൻസ് പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട്, ഫണ്ടഡ് ഫേംസ് പാസ്സായിട്ടുണ്ട്, അങ്ങനെ നല്ല വലിയ പ്രോഫിറ്റൊക്കെ എടുത്ത ആളുകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ റിസൾട്ട്, സ്റ്റുഡൻസിൽ നിന്ന് ഏറ്റവും വലിയ റിസൾട്ട് വന്നൊരു വീക്കാണ്, മന്താണ് കടന്നുപോയത്. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ മാസങ്ങളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സിഗ്നൽ ഗ്രൂപ്പ് പോലെ നമ്മുടെ ബ്രോഡ്കാസ്റ്റ് മെൻറ്റർഷിപ്പ് ഗ്രൂപ്പ് ഞാൻ ചെയ്തു. പല ആൾക്കാരും വിളിച്ചതിന് കംപ്ലയിൻറ്റ് ചെയ്തു, അങ്ങനെ ചെയ്യേണ്ട, നിങ്ങൾ മൂവ്മെൻറ്റുകൾ പറഞ്ഞാൽ മതി, ഞങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യട്ടെ എന്ന്. പക്ഷേ അത് ആദ്യത്തെ ഒരാഴ്ച ഞാനൊന്ന് തിരക്കായിപ്പോയി, അതുകൊണ്ടാണ് എനിക്ക് പലതും അടക്കാൻ പറ്റാതെ. പക്ഷേ ഞാൻ കറക്റ്റായിട്ട് ആ മൂവ്മെൻറ്റുകളൊക്കെ അയച്ചു. പല ആൾക്കാരും പ്രോഫിറ്റ് എടുത്ത് തുടങ്ങി, പല ആൾക്കാരും തനിയെ ട്രേഡ് ചെയ്തു. പക്ഷേ നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അത് കാര്യങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്ത് നിങ്ങളത് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അടിപൊളിയായിട്ട് റിസൾട്ട് വന്നു. എനിക്ക് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ റിസൾട്ട് ഉണ്ടാക്കിയതിൽ സന്തോഷമുണ്ട്. പല ഇമോഷനിലും ഭയങ്കരമായിട്ടും വീക്കായിട്ട് ഇരുന്ന വെച്ച ആളുകളുണ്ടായിരുന്നു, അവർ പോലും നല്ല പ്രോഫിറ്റ് എടുത്തത് കണ്ടു. ചില ആൾക്കാർക്ക് നിരാശ സംഭവിച്ചെന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് എടുത്തു, പക്ഷേ ചില ഫേമിൽ നിന്ന് അത് പ്രോഫിറ്റ് ഷെയർ ചെയ്യാൻ പറ്റിയില്ല. പല കമ്പനികൾ, ചില പുതിയ കമ്പനികളിലൊക്കെ പോയി ചെയ്ത ആളുകൾക്കുള്ള പ്രോബ്ലം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കമ്പനി ഇല്ലാതെയായിപ്പോയി. അപ്പോൾ ചില കമ്പനികൾ അങ്ങനെയാണ്, നമ്മൾ കുറച്ചും കൂടി തുടങ്ങി കുറച്ച് കറക്റ്റായിട്ട് മൂവ് ചെയ്യുന്ന ഒരു കമ്പനിയിൽ പോയി എടുക്കുന്നതാണ് നല്ലത്. ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടൊരു കമ്പനിയിൽ പോയി എടുത്തു കഴിഞ്ഞാലും കുറച്ച് ആൾ കഴിയുമ്പോൾ കഴിയും. എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫണ്ടഡ് ഫേംസ് ചെയ്യുമ്പോഴത്തേക്കും വളരെ ഫാസ്റ്റായിട്ട് അത് കറക്റ്റായിട്ട് പാസ്സാക്കി വേഗം തന്നെ പ്രോഫിറ്റ് എടുത്ത് മാറിയ നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. നമുക്ക് പ്രോഫിറ്റും കിട്ടി, നമ്മൾ കൊടുത്ത ഫീയും കിട്ടി. അപ്പോൾ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ആഴ്ചയായിരുന്നു. പ്രൈസ് നല്ല ബുള്ളിഷിലാണ് പ്രൈസ് മൂവ് ചെയ്ത നമ്മുടെ ബുള്ളിഷ് പി ഒകൾ എല്ലാം നല്ല തന്നെ റിയാക്ട് ചെയ്തു. പിന്നെ ലോസ് ഉണ്ടായ ആളുകളെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഒന്നിൽ കൂടുതൽ പെയർ, നിങ്ങൾ പ്രോഫിറ്റിലല്ല പോകുന്നതെങ്കിൽ ഒന്നിൽ കൂടുതൽ പെയർ നോക്കാൻ പോലെ, നിങ്ങൾ ഒന്നിൽ കൂടുതൽ പെയർ നോക്കുന്നതിൻ്റെ നിങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരുപാട് ട്രേഡ് എടുക്കുക. നിങ്ങൾക്ക് ട്രേഡ് മതി, അല്ലാതെ ഇതെന്താണെന്ന് പഠിക്കാൻ താല്പര്യമില്ല. ഇങ്ങനെയുള്ള സ്റ്റുഡൻസ് ആണ്, ഇങ്ങനെയുള്ള ആളുകൾ തന്നെയാണ് നേരത്തെയും റിസൾട്ട് ഇല്ലാന്ന് ഇന്നിപ്പോൾ ഒറ്റ പേരിലേക്ക് നോക്കി. അപ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനായിട്ട് പറ്റി, അത് നല്ല രീതിയിൽ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി, ആ എക്സ്പീരിയൻസ് എല്ലാം എൻകാഷ് ചെയ്യാൻ പറ്റി. മനസ്സിലായോ? അപ്പോൾ ട്രേഡ് മാത്രമല്ല ലക്ഷ്യം, നമുക്കിത് റെഗുലറായിട്ട് പ്രോഫിറ്റിൽ പോകണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ പേരിൽ തന്നെ ട്രേഡ് ചെയ്യുക, അതിൻ്റെ മാനറിസം പഠിക്കാൻ നോക്കുക, ഓരോ മാർക്കറ്റ് ചേഞ്ചസ് മനസ്സിലാക്കുക, അതിൻ്റെ ട്രാപ്പുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ഇതെല്ലാം നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് പഠിച്ച് പോകണമെങ്കിൽ നിങ്ങൾ ഒരുപാട് ട്രേഡിങ്സിൽ നിന്ന് എണ്ണം കുറയും, ഓവർ ട്രേഡിങ് മാറും. ഞാൻ പറയുന്നത് പോലെ മെൻറ്റർഷിപ്പ് ഗ്രൂപ്പിൽ പറയുന്നത് പോലെ മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു വരച്ച് ട്രേഡ് ചെയ്യാൻ പറ്റും. പല ആൾക്കാർക്കും ഡ്രോയിങ് പോലും ഇല്ല, അവർ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ട്രേഡ് ഉണ്ടോയെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ചെയ്യുമ്പോഴത്തേക്കും വരുന്നൊരു പ്രോബ്ലമാണ്, ഡ്രോയിങ് പോലും കറക്റ്റ് ആയിരിക്കില്ല. അപ്പോൾ പക്കയായിട്ട് എന്ത് ചെയ്യുക, അത് കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെയർ ഫോക്കസ് ചെയ്യുക. ഉള്ള കാര്യം ഞാൻ പറയുന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടിയ റിസൾട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതേപോലെ തന്നെ പുതിയ കമ്പനികൾ കാണുമ്പോൾ ചാടി വീഴുന്ന ആളുകളുണ്ട് അതിൻ്റെ, പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ഫണ്ടഡ് ഫേംസിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടുക. അതേപോലെ ഒരുപാട് നമ്മുടെ റിയൽ അക്കൗണ്ടിൻ്റെ ബ്രോക്കേഴ്സ് വന്ന ആൾക്കാർ എന്നോട് ഒരുപാട് പേര് ഷെയർ ചെയ്തിരുന്നു. പക്ഷേ ഞാൻ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, നല്ല ലൈസൻസ്ഡ് ആയിട്ടുള്ള റിയൽ അക്കൗണ്ടിൽ ട്രേഡ് ചെയ്യുന്നതാണ് നല്ലത്. നമുക്ക് ഓഫറും കാര്യങ്ങളും തരുന്ന പല ആൾക്കാരും സ്കാമേഴ്സാണ്. ഇതിൻ്റെ അകത്ത് ഇന്ന് ലോകം തന്നെ ട്രേഡിങ്ങിലേക്ക് നോക്കുന്നത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുന്ന സ്ഥലത്തായിരിക്കും ഏറ്റവും കൂടുതൽ ആളുകൾ പറ്റിക്കാൻ സാധ്യത ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി പറ്റിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ആ ഫർണിച്ചർ വെബ്സൈറ്റിൻ്റെ ചെയ്തതുപോലെ തന്നെ നമ്മൾ അവസരം കൊടുത്താൽ മാത്രമേ നമ്മൾ ആളുകൾക്ക് പറ്റിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു കറക്റ്റായിട്ട് മനസ്സിലാക്കി നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക. ഒരിക്കലും ഒരുപാട് കാശ് കിട്ടുമെന്നും പറഞ്ഞ് വേണ്ടാത്ത കാര്യങ്ങളിൽ പോയി ചെയ്യാതിരിക്കുക. അപ്പോൾ നമുക്ക് വീക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ബുള്ളിഷിൽ തന്നെയാണ് പ്രൈസ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നല്ല ബുള്ളിഷിലായിരുന്നു മൺഡേ സ്റ്റാർട്ട് ചെയ്ത സമയത്ത്. നമുക്ക് എനിക്കൊന്ന് 1-2 എൻട്രി കിട്ടിയുള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച, അതിൻ്റെ മുമ്പത്തെ ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് പറയണം, നിങ്ങൾ എടുക്കുന്ന ട്രേഡുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ഹോൾഡ് ചെയ്യാം. ഒരു പ്രോഫിറ്റ് എടുത്തതിന് ശേഷം ഒരു 50-60% എടുത്തതിന് ശേഷം നിങ്ങൾ ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പുതിയ ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നല്ലൊരു പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്നതുമാണ്.
അപ്പോൾ നമുക്ക് വീക്കിലേക്ക് വന്നു കഴിഞ്ഞാലും പ്രൈസ് ഓൾറെഡി ബുള്ളിഷിൽ തന്നെയാണ്. നമുക്ക് ഡേയിലേക്ക് വന്ന് നോക്കാം. ഡേയിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് കഴിഞ്ഞ ടേസ്റ്റേ പ്രൈസ് ഒരു ഹൈ ഉണ്ടാക്കിയിട്ട് വെനസ്ഡേ പ്രൈസ് ഒരു പുൾ ബാക്ക് എടുത്തിട്ടുണ്ട്. വെനസ്ഡേയിലത്തെ മൂവ്മെൻറ്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബിയറിഷിലേക്കുള്ള ഒരു മൂവ്മെൻറ്റുകളാണ് പ്രൈസ് തന്നിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. പക്ഷേ അതും പറഞ്ഞ് ടേസ്റ്റേ ഉണ്ടായിരുന്ന ഈ ഒരു ക്യാൻഡിൽ ഒരിക്കലും ബിയറിഷ് IFC ക്യാൻഡിലല്ല. ബോഡി മുകളിലേക്കുള്ള വിക്ക് ബോഡീനേക്കാളും ചെറുതാണ്. അതുകൊണ്ട് ഒരിക്കലും അത് IFC ക്യാൻഡിലല്ല. IFC ക്യാൻഡിലാണെന്ന് തെറ്റിദ്ധരിക്കരുത്. നമുക്കൊരു IFC ക്യാൻഡിൽ ഫോം ചെയ്തിട്ടില്ല. പക്ഷേ IFC ക്യാൻഡിൽ അല്ലാതെ നമുക്ക് പ്രൈസ് ബിയറിഷിലേക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. നമുക്ക് നോക്കാം. 4 ഹവറിലേക്ക് വരാം. 4 ഹവറിലേക്ക് വന്നു കഴിഞ്ഞാലും 4 ഹവറിൻ്റെ ഐഡിയ മാത്രം എടുത്തിട്ടുള്ളൂ. വേറെ ഒന്നും അവിടെ സംഭവിച്ചിട്ടില്ല അല്ലേ. നമുക്ക് 4 ഹവറിൽ പ്രൈസ് നോക്കുമ്പോൾ നല്ല ബുള്ളിഷിലാണ് പ്രൈസ് പോയത്. ലാസ്റ്റ് 4 ഹവറിൻ്റെ ബ്രേക്ക് സ്ട്രക്ചർ തന്നിരിക്കുന്നത് ഇതാണ്. ശരിക്കും പറഞ്ഞാൽ ബ്രേക്ക് സ്ട്രക്ചർ തന്നത് 2024 അല്ലേ, സെപ്റ്റംബർ മാസമാണ്. ഇപ്പോൾ പ്രൈസ് ഇങ്ങനെ മൂവ് ചെയ്തു നമുക്ക് ഇതാണ് സെപ്റ്റംബർ 12-ാം തീയതി അല്ലേ. അപ്പോൾ ആ സമയം മൂവ് ചെയ്ത് ഇപ്പോഴാണ് പ്രൈസ് ഒരു 4 ഹവറിൻ്റെ ഐഡിയം പോലും എടുക്കുന്നത്. അപ്പോൾ 4 ഹവറിൻ്റെ ഐഡിയം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പുൾ ബാക്ക് എടുക്കാനുള്ള സാധ്യതയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഈ 4 ഹവറിൻ്റെ ഐഡിയം എടുത്ത് പ്രൈസ് മൂവ് ചെയ്യാം. അപ്പോൾ നമുക്ക് 1 ഹവറിലേക്ക് വരാം. 1 ഹവറിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കിവിടെ നോക്കാം. നമുക്ക് 1 ഹവറിൽ വരുമ്പോൾ പ്രൈസ് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നിട്ടുണ്ട്. നമുക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന ഈ കൺഫർമേഷൻ നമുക്ക് ധൈര്യമായിട്ട് ട്രേഡ് എടുക്കാവുന്ന. ഞാനൊരു ട്രേഡ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് നോക്കിയപ്പോൾ അതേ നമുക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നിരിക്കുന്നത്. 1 ഹവറിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, പ്രൈസ് ബിയറിഷിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നെന്നും പറഞ്ഞാൽ പ്രൈസ് ഒരിക്കലും ബിയറിഷ് ആകില്ല. നെക്സ്റ്റ് ഒരു ബ്രേക്ക് സ്ട്രക്ചർ തന്നു കഴിഞ്ഞാൽ പ്രൈസ് വീണ്ടും എഗെയിൻ ബിയറിഷിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, നമുക്കൊരു സിഗ്നൽ തന്നിട്ടുണ്ട് ബിയറിഷ്. അതും പറഞ്ഞ് പ്രൈസ് നിങ്ങൾ സെല്ലിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യരുത്. നിങ്ങൾ മൺഡേ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ പ്രൈസ് എങ്ങനെ വീണ്ടും എഗെയിൻ പ്രൈസ് ഒരു 1 ഹവറിലൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നേക്കണമെങ്കിൽ പ്രൈസ് വീണ്ടും ബുള്ളിഷിലേക്ക് തന്നെയാണ് മൂവ് ചെയ്യുന്നത്. അല്ല പ്രൈസ് നമുക്ക് ഇങ്ങനെ നിൽക്കണേണ്, പുതിയൊരു ബ്രേക്ക് സ്ട്രക്ചർ വരാതെ പ്രൈസ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബൈയിലേക്കുള്ള സാധ്യതകൾ കൂടുതലായിട്ട് നോക്കാം. സെല്ലിലേക്കുള്ള സാധ്യതകൾ തലേ ദിവസം പ്രൈസ് എങ്ങനെയാണ് മൂവ് ചെയ്ത ആ രീതിയിൽ നോക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. നമുക്ക് 50 മിനിറ്റിലേക്ക് വരാം. 50 മിനിറ്റിലേക്ക് വന്നു കഴിഞ്ഞാലും നമുക്ക് എൻട്രികളുണ്ട് അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഫ്രൈഡേ ഒക്കെ വലിയ മൂവ്മെൻ്റ് ഇല്ലാത്ത ആഴ്ചകളായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ഇന്നിപ്പോൾ ഏകദേശം ഇന്നത്തെ 28 ആണ്. അപ്പോൾ 29. അപ്പോൾ നെക്സ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പുതിയ മാസം ആരംഭിക്കുമ്പോൾ നമുക്കറിയാമല്ലോ ഓരോ പുതിയ മാസത്തിലും ഫസ്റ്റ് വീക്ക് ഫ്രൈഡേ നോൺ ഫാം പേറോളാണ്. അപ്പോൾ ആ ഒരാഴ്ചത്തെ മൂവ്മെൻറ്റ് ചിലപ്പോൾ മാനിപ്പുലേറ്റ് ചെയ്യാം. ചിലപ്പോൾ അതിൻ്റെ തലേ ദിവസം ആ ദിവസം മാനിപ്പുലേറ്റ് ചെയ്യാം. ഫ്രൈഡേ ഒരിക്കലും ട്രേഡ് എടുക്കാതിരിക്കുക. നമ്മൾ സാധാരണ ഫ്രൈഡേ ഏഷ്യൻ ലണ്ടനിലും ട്രേഡ് ചെയ്യാണ്ട് ന്യൂയോർക്ക് നമ്മൾ കമ്പ്യൂട്ടറൊക്കെ അടച്ചു വെച്ചിട്ട് വീക്കെൻഡിൻ്റെ പരിപാടിക്ക് വേണ്ടിയാണ് പോകുന്നത്. ഇനി ആ ഫ്രൈഡേ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് വീക്കെൻഡിൻ്റെ പരിപാടിക്ക് എടുക്കുക. ആ ദിവസം ട്രേഡ് ചെയ്യാനായിട്ട് പോകാതിരിക്കുക. അപ്പോൾ നമുക്ക് 50 മിനിറ്റിൻ്റെ നോക്കി 50 മിനിറ്റിൽ നമുക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നിട്ടുണ്ട്. ഈയിടക്കായിട്ട് 50 മിനിറ്റിൻ്റെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ പ്രൈസ് ഒരു പുൾ ബാക്ക് എടുക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. 50 മിനിറ്റിൽ പ്രൈസ് ഒരു ഐഡിയം എടുത്തിട്ടുണ്ട്. നോക്കിയാൽ നമുക്ക് ആദ്യം 50 മിനിറ്റിൻ്റെ OBയിൽ പ്രൈസ് വന്നു, ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നു. ജസ്റ്റ് ആദ്യം ഒന്ന് ഇവിടെ ഒന്ന് റിയാക്ട് ചെയ്യാൻ നോക്കിയുണ്ട് ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നു. അതിനുശേഷം 50 മിനിറ്റിന് താഴെയുള്ള ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്നാലോ പ്രൈസ് പോയത് ഉറപ്പായിട്ടും 50 മിനിറ്റിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നു കഴിഞ്ഞാലും 1 ഹവർ ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നു കഴിഞ്ഞാലും പ്രൈസ് സ്റ്റിൽ ബുള്ളിഷ് തന്നെയാണ്. ഇവിടെയുള്ള ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടോ പ്രൈസ് കയറി പോകും. നിങ്ങൾക്ക് ഈ പ്രീവിയസ് ഹൈ വരെ വേണമെങ്കിൽ ട്രേഡ് എടുക്കാവുന്നതാണ്. ഇത് ന്യൂയോർക്ക് മാർക്കറ്റ് സംഭവിച്ചതാണ്. എടുത്തില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, എടുത്ത പ്രോഫിറ്റ് നഷ്ടപ്പെടാതെ നോക്കുക. ചില മാസം അതിനേക്കാളും നല്ല രീതിയിൽ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുക. ഇനി നെക്സ്റ്റ് ഏറ്റവും ബെറ്റർ ബൈയിങ് ഓപ്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 ഹവറിൻ്റെ POI നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. 1 ഹവറിൻ്റെ POIയിൽ വന്നു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് നിങ്ങൾ അവിടെ നിന്ന് ട്രേഡ് എടുക്കുക. 1 ഹവറിൻ്റെ POIയിൽ വന്നു കഴിഞ്ഞാൽ എവിടെ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 1 ഹവറിൻ്റെ ഈ ഒരു POIയിൽ നിന്ന് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ട്രേഡ് എടുക്കാവുന്നതാണ്. പക്ഷേ 1 ഹവറിൻ്റെ എക്സ്ട്രീം OB ആണ്. ഇവിടെ നിന്ന് ട്രേഡ് ചെയ്യാൻ ചിലപ്പോൾ വന്ന് തിരിച്ചൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ വരെ തരാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ധൈര്യമായിട്ട് ഇവിടെ പ്രൈസ് തന്നെയാണെങ്കിൽ എൻട്രി എടുക്കാവുന്നതാണ്. എന്തായാലും റിയാക്ട് ചെയ്ത ഒരു പ്രീവിയസ് ഹൈ പോലെ പ്രൈസ് മൂവ് ചെയ്തിട്ടായിരിക്കും തിരിച്ച് വന്ന് വീണ്ടും ബ്രേക്ക് സ്ട്രക്ചർ തരികയാണെന്നുണ്ടെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യുന്നത്. അപ്പോൾ ധൈര്യമായിട്ട് നല്ലൊരു ട്രേഡ് എടുക്കാവുന്നതാണ്. ഇതിനടിയിലുള്ള 1 ഹവറിൻ്റെ സ്ട്രക്ചറിൻ്റെ POI ഒക്കെ എന്തായാലും മാർക്ക് ചെയ്ത് തന്നെ ഇടുക. അതേപോലെ 4 ഹവറിൻ്റെയൊക്കെ വന്നു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് മാർക്ക് ചെയ്യുക. അതേപോലെ ഡേയുടെ ഏതെങ്കിലും ഒരു ഓർഡർ ഫ്ലോയോ നിങ്ങൾക്ക് ഓർഡർ ഫ്ലോ ഉണ്ടെങ്കിൽ ഞാൻ കണ്ടോ ഓൾറെഡി ഓർഡർ ഫ്ലോ വരച്ചിട്ടുണ്ട്. ഡേയുടെ ഐഡിയ എടുത്ത് ഈ ഓർഡർ ഫ്ലോ വന്നെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ലോങ് ടൈം ഈ ഹൈ വരെ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെറ്റർ ഓപ്ഷനാണ്. അപ്പോൾ ഇത്രയും നല്ല സിങ് ട്രേഡ് ചെയ്യാൻ പറ്റുന്നതും ഡേ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന പൊസിഷൻസൊക്കെ നമ്മൾ 1 ഹവറിൽ 50 മിനിറ്റിലൊക്കെ കാണിച്ചു തന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ബ്രിട്ടീഷ് പൗണ്ടിലേക്ക് പോകാം. ബ്രിട്ടീഷ് പൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓൾറെഡി കറൻസി എല്ലാം കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകളായിട്ട് മാസങ്ങളായിട്ട് ബുള്ളിഷിൽ തന്നെയാണ്. അതായത് ഗോൾഡ് ഓരോ ദിവസവും ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഇതും ഓരോ ദിവസങ്ങളിലും ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം
നമ്മൾ മന്തിലേക്ക് നോക്കിയാൽ മന്തിൻ്റെ ഒരു ബിയറിഷ് പി ഒയിലാണ് പ്രൈസ് വന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് മൂവ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഉറപ്പായിട്ടും നല്ലൊരു പുൾ ബാക്ക് തന്നെ എടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഗോൾഡ് ഓൾറെഡി ഒരു പൊസിഷനിൽ നിന്ന് പുൾ ബാക്ക് എടുത്തു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് പൗണ്ട് പുൾ ബാക്ക് എടുക്കുന്നത് ഈ ഒരു പൊസിഷനിൽ നിന്നായിരിക്കും. നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്ക് വരാം. നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്ക് വന്നു കഴിഞ്ഞാലും പ്രൈസ് വീക്കിൻ്റെ ഈ ഒരു സ്ട്രക്ചർ നോക്കുമ്പോൾ വീക്ക് ഈസ് പ്രൈസ് ഓൾറെഡി ഇവിടെ നമുക്കൊരു ബുള്ളിഷ് സ്ട്രക്ചർ ബ്രേക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ പ്രൈസ് ഓൾറെഡി വീക്കിൻ്റെ ബുള്ളിഷാണ്. എന്നാലും ആ മന്തിൻ്റെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീക്കിൻ്റെ ഈ ഐഡിയം വരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, ട്രേഡ് ഹോൾഡ് ചെയ്യാം. വലിയൊരു സിങ് ട്രേഡ് തന്നെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഈ ആഴ്ച വലിയ മൂവ്മെൻ്റ് ഇല്ല. 4 ദിവസം വെച്ച് നോക്കണമെങ്കിൽ ഒരേ റേഞ്ചിൽ തന്നെയാണ് പ്രൈസ് മൂവ് ചെയ്തേക്കുന്നത്. വലിയ മൂവ്മെൻറ്റുകളൊന്നും ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഷട്ടിൽ അടി തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് 4 hourലേക്ക് വരാം. 4 hourൻ്റെ ഐഡിയ ഒന്നും പ്രൈസ് എടുത്തിട്ടില്ല. ഇതായിരുന്നു ഈ ഹൈ ഉണ്ടായിരുന്നപ്പോൾ ഐഡിയം ഈ ഹൈ ബ്രേക്ക് ചെയ്ത് പുതിയ ഹൈ വന്നു. പക്ഷേ ഈ ഹൈ ലിക്വിഡിറ്റി മാത്രമേ എടുത്തിട്ടുള്ളൂ. നേരെ നമുക്ക് 1 hourലേക്ക് വരാം. 1 hourലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോഴായിട്ട് നമ്മുടെ കുറച്ച് നാളായിട്ട് നമ്മുടെ ഗോൾഡിൽ പോലും വിക്കോബികൾ നല്ല റിയാക്ട് ചെയ്യുന്നത്. പല ആൾക്കാരും ഇവിടെ നിന്ന് എൻട്രി നോക്കാൻ നോക്കി ഈ ഒരു വിക്കോബി വരക്കാതെ മാറ്റി വെച്ചേച്ചു. പക്ഷേ ഈ വിക്കോബിയിൽ നിന്നാണ് പ്രൈസ് 10.65 പിപ്പോളം പ്രൈസ് മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡ്രോയിങ് പക്കയായിട്ട് നിങ്ങൾ വരച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പൊസിഷനിൽ കിട്ടിയില്ല. മനസ്സിലായോ? പ്രൈസ് നോക്കിയേ ഈ ഒരു 1 hourൻ്റെ ഐഡിയം എടുത്ത് എക്സ്ട്രീം ഓബിയിൽ വന്ന് ആ ഒരു പൊസിഷനിൽ നിന്നാണ് പ്രൈസ് മൂവ് ചെയ്ത് പോയത്. 1 hourൻ്റെ ഓബികളൊക്കെ നല്ല രീതിയിൽ റിയാക്ഷൻ നമുക്ക് പലപ്പോഴായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് അത് വരച്ചിടാവുന്നതുള്ളത്. നമുക്ക് നേരെ 50 മിനിറ്റിലേക്ക് വരാം. 50 മിനിറ്റിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ഓഫ് കാരറ്റൊക്കെ തരാനുള്ള സാധ്യത കൂടുതൽ. എന്താ വെച്ചാൽ 3-4 ദിവസമായിട്ട് പ്രൈസ് ഒരേ റേഞ്ചിലാണ് മൂവ് ചെയ്യണമെങ്കിൽ 50 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻസ് കാര്യങ്ങൾ വരാം. അപ്പോൾ 1 hour കൂടുതൽ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സിങ് ട്രേഡുകളും നിങ്ങൾക്ക് 50 മിനിറ്റിലേക്ക് വന്നെയാണെങ്കിൽ ചെറിയ ചെറിയ ട്രേഡുകളും സെക്ഷൻ്റെ ട്രേഡുകളൊക്കെ വന്നെയാണെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു സൈഡ് വേയിലേക്ക് പ്രൈസ് മൂവ് ചെയ്യുന്നുണ്ട്. പ്രൈസ് താഴേക്ക് പോരുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു പുൾ ബാക്ക് നല്ലൊരു ബിയറിഷിലായിരിക്കും. അതിന് ശേഷം നിങ്ങൾക്ക് 2 സൈഡിലേക്കും ട്രേഡ് എടുക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ആയിരിക്കും ബ്രിട്ടീഷ് പൗണ്ടിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. അടുത്ത നമുക്ക് ഓസ്ട്രേലിയൻ ഡോളർ നോക്കാം. ഓസ്ട്രേലിയൻ ഡോളറിലേക്ക് നോക്കുമ്പോഴും സെയിം രീതിയിൽ തന്നെയാണ് പോയത്. പക്ഷേ നമ്മുടെ GBP/USD ഇച്ചിരിയും കൂടി മന്ദഗതിയിലാണ് ഈ ഒരു വീക്ക് പ്രൈസ് മേളിലേക്ക് കയറിയത്. ഇപ്പോൾ മന്തിൻ്റെ നോക്കണമെങ്കിൽ ഈ ലോയ്ക്ക് ഈ ഐഡിയം പ്രൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇന്റേണൽ ഈ ഐഡിയം എടുത്ത സ്ഥിതിക്ക് പുൾ ബാക്ക് എടുക്കുമോ? ഉറപ്പായിട്ടും പുൾ ബാക്ക് എടുക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് വീക്കിൻ്റെയിലേക്ക് വരാം. വീക്കിൻ്റെ വരുമ്പോഴത്തേക്ക് നേരത്തെ നമ്മൾ ഇന്റേണൽ വരച്ചിട്ടതാണ്. ഈ ലോ എന്താ എടുക്കാഞ്ഞത് പല ആൾക്കാരും ചോദിച്ചു. ഈ ലോ എടുക്കാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോ എടുക്കാനൊന്നുമില്ല. ഇന്റേണലാകുമ്പോൾ ഈ ഇവിടെ നിന്ന് ഈ പ്രീവിയസ് ലോ എടുത്തത് തന്നെ വലിയ കാര്യം. ഞാൻ ഇതാണ് ടാർഗറ്റ് വെച്ച് വെച്ചത്, ഇതാണ് ടാർഗറ്റ് വെച്ച് വെച്ചത് അന്ന് തന്നെ ലൈവായിട്ട് പറഞ്ഞതാണ്. ഞാൻ ഇതാണ് ടാർഗറ്റ് വെച്ച് വെച്ചതെന്ന്. നമ്മൾ ഓൾറെഡി ഇവിടെ നിന്ന് പ്രൈസ് കയറിപ്പോകാം. പക്ഷേ ഇവിടെ നിന്ന് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ ഈ ഹൈ ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഇനി പ്രൈസ് ഇറങ്ങി വരികയാണെങ്കിൽ ഈ ലോ എടുത്തിട്ട് വീണ്ടും കയറാനുള്ള സാധ്യതയുണ്ട്. പ്രൈസ് നല്ല ബുള്ളിഷിലേക്ക് മാറി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഡേ സ്ട്രക്ചർ വെച്ച് നോക്കുമ്പോൾ പ്രൈസ് ഇപ്പോഴും ബിയറിഷ് തന്നെയാണ്. ഒരു സൈഡ് വേ ട്രെൻഡ് തന്നെയാണ് പ്രൈസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഹൈ എല്ലാം എടുത്തിരിക്കുന്നത് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിക്ക് ബ്രേക്ക് തന്നെയാണ്. വിക്ക് ബ്രേക്ക് ആയതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഡേയിലും പ്രൈസ് പുൾ ബാക്ക് എടുക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു IFC ക്യാൻഡിലായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റില്ല ഇത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് 4 hourലേക്ക് വരാം. 4 hourലേക്ക് വന്നു കഴിഞ്ഞാലും നെക്സ്റ്റ് 4 hourൻ്റെ ഐഡിയം വരുന്നത് ഇതാണ്. 4 hourൻ്റെ ഐഡിയം എടുക്കാം. പ്രൈസ് 4 hourൻ്റെ എക്സ്ട്രീമിലേക്ക് എവിടെയെങ്കിലും വരാം. ഇവിടെ വിക്കോബിയാണ് കാണുന്നത്. ഇതെല്ലാം മിറ്റിഗേറ്റഡ് ആണ്. നമുക്ക് 1 hourലേക്ക് വരാം. 1 hourലേക്ക് വന്നു കഴിഞ്ഞാലും പ്രൈസ് 1 hourൻ്റെ ഐഡിയം കിടക്കുന്നത് എവിടെയാണ്? ഇവിടെയല്ലേ പ്രൈസ് 1 hourൻ്റെ ഐഡിയം കിടക്കുന്ന. 1 hourൻ്റെ ഐഡിയം എടുത്ത് എക്സ്ട്രീമിലേക്ക് വരാം. അതേപോലെ തന്നെ 50 മിനിറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 hourൻ്റെ കേസിൽ നമുക്ക് കുറച്ചധികം എൻട്രികൾ ഉണ്ടായിരുന്നു അല്ലേ? ഇവിടെ നിന്നൊക്കെ എൻട്രികൾ ഉണ്ടായിരുന്നു. മൺഡേ ഓപ്പൺ ചെയ്ത സമയത്ത് ഇവിടെ നിന്ന് എൻട്രി ഉണ്ടായിരുന്നു. 1 hourൻ്റെ എക്സ്ട്രീമിൽ വീണ്ടും വന്ന് പ്രൈസ് മൂവ് ചെയ്തു. നല്ല എൻട്രികളൊക്കെ ഉണ്ടായിരുന്നു. കുറേ പേര് എൻട്രി എടുത്തിട്ട് എനിക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു ഓസ്ട്രേലിയൻ ഡോളറിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾ. അപ്പോൾ 4 hourൽ നമ്മുടെ 50 മിനിറ്റിൽ നമ്മുടെ ബ്രിട്ടീഷ് പൗണ്ടിൽ കണ്ട സെയിം സ്ട്രക്ചറാണ്. ചേഞ്ച് ഓഫ് കാരറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തരുന്നുണ്ട്. പ്രൈസ് ഓൾറെഡി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇച്ചിരിയും കൂടി നിങ്ങൾക്ക് സെക്ഷൻ്റെ ട്രേഡ് എടുക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന 1 hourൻ്റെയൊക്കെ മെയിനായിട്ട് എടുക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നമ്മുടെ യൂറോ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ഒരു മൂവ്മെൻ്റ് ഒന്നും നമുക്ക് യൂറോ കാണാൻ പറ്റില്ല. നോക്കിക്കഴിഞ്ഞാൽ അറിയാം. നമുക്കിപ്പോൾ യൂറോ ഈ മാസം ഉണ്ടായിരിക്കുന്നത് ജസ്റ്റ് പ്രീവിയസ് മന്തിൻ്റെ ഹൈ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പുൾ ബാക്ക് എന്തായാലും ഉണ്ടാവും കേട്ടോ. അതിപ്പോൾ ഈ ആഴ്ചയാണ് എടുത്തേക്കണമെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു പുൾ ബാക്ക് നല്ല രീതിയിൽ വരാനുള്ള സാധ്യതയുണ്ട്. വീക്കാണെന്നുണ്ടെങ്കിലും ഈ ഒരു OB ബ്രേക്ക് ചെയ്ത് പോയി. ഇത് റിയാക്ട് ചെയ്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് റിയാക്ഷൻ ഉണ്ടായി, പിന്നീട് അത് ബ്രേക്ക് ചെയ്ത് പോയി. അപ്പോൾ നമ്മൾ ഇന്റേണലാണ് അതൊക്കെ വരച്ച് വെച്ചേക്കുന്നത്. നമ്മൾ ഡേയുടെ എക്സ്ട്രീം OB ഇപ്പോഴും പോയിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രൈസ് ഈ എക്സ്ട്രീം OBയിൽ വന്ന് പ്രൈസ് മൂവ് ചെയ്തു. ഒരു ഇന്റേണൽ ഐഡിയം എടുത്ത് പ്രൈസ് ഈ ഹൈ ഒന്നും കൂടി എടുത്ത് ഇവിടെ നല്ലൊരു പുൾ ബാക്ക് ഉണ്ടാകണമെങ്കിൽ ഇവിടെ നല്ല പുൾ ബാക്ക് ഉണ്ടാകുകയും
ഈ ലോയൊക്കെ ബ്രേക്ക് ചെയ്ത് പ്രൈസ് താഴേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. നല്ലൊരു സാധ്യത യൂറോ സ്റ്റീലുണ്ട്. അപ്പോൾ അങ്ങനെ യൂറോ സ്റ്റീൽ ട്രേഡ് ചെയ്യുന്നവർക്ക് അത് നല്ല രീതിയിൽ എൻകാഷ് ചെയ്യാവുന്നതാണ്. 4 ഹവറിൻ്റെ സെറ്റപ്പിൽ നോക്കുകയാണെങ്കിൽ പ്രൈസ് ബ്രേക്ക് ചെയ്യുക. അപ്പോൾ ഈ ലിക്വിഡിറ്റിയൊക്കെ എടുത്തിട്ട് ഇവിടെ നിന്നായിരിക്കും പ്രൈസ് ഒരു പുൾ ബാക്ക് തന്നെ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് 1 ഹവറിലേക്ക് വരാം. 1 ഹവറിലേക്ക് വന്നു കഴിഞ്ഞാൽ 1 ഹവറിൻ്റെ OB-ഒക്കെ നല്ലൊരു റിയാക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ, നല്ല റിയാക്ഷൻസൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും എനിക്ക് പറയാനുള്ളത്. കറക്റ്റായിട്ട് നിങ്ങൾ ഒരു പെയറിൽ തന്നെ ട്രേഡ് ചെയ്യുക. കറക്റ്റ് നിങ്ങളുടെ സ്ട്രക്ചർ മാപ്പ് ഒരിക്കലും ഇൻകംപ്ലീറ്റ് ആകരുത്, എപ്പോഴും കംപ്ലീറ്റ് ആയിരിക്കണം. നമ്മൾ എല്ലാ ദിവസവും എണീക്കുമ്പോൾ തന്നെ നമ്മുടെ സ്ട്രക്ചർ മാപ്പ് കംപ്ലീറ്റ് വരക്കോ. തലേ ദിവസം എന്താണ് മൂവ് ചെയ്തത്, എങ്ങനെയാണ് പ്രൈസ് മൂവ് ചെയ്തത്, ഏതൊക്കെ POയിൽ നിന്നാണ് പ്രൈസ് പോയത്. അപ്പോൾ നമുക്ക് ആ ദിവസം എവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എൻട്രി എടുക്കാം, നമ്മൾ ട്രാപ്പിലാണോ വന്നിരിക്കുന്നത്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ട് എനിക്ക് അയച്ചു തരും, എന്നോട് ചോദിക്കുക. അതേപോലെ തന്നെ നമുക്ക് ഓരോ വീക്കും തുടങ്ങുമ്പോഴത്തേക്കും കഴിഞ്ഞ വീക്ക് എന്താണ്, ഞാനിപ്പോൾ ഈ ഒരു ദിവസം ഈ വീക്കിലി അനാലിസിസ് ചെയ്യുമ്പോൾ എല്ലാ പേരൻ്റെയും കഴിഞ്ഞ ആഴ്ച എങ്ങനെയാണ് മൂവ് ചെയ്തതെന്ന് നോക്കും, കഴിഞ്ഞ മാസങ്ങൾ അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ മുമ്പത്തെ ആഴ്ച എങ്ങനെയാണ് മൂവ് ചെയ്തതെന്ന് നോക്കും. ഇതെല്ലാം നോക്കിയിട്ടാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് പോലെ തന്നെ പ്രൈസ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും ഇതേപോലെ തന്നെ നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു പ്രൊഫഷണൽ ട്രേഡർ ആകാൻ പറ്റുള്ളൂ, നല്ലൊരു പ്രോഫിറ്റബിൾ ട്രേഡർ ആകാൻ പറ്റുള്ളൂ, റെഗുലർ പ്രോഫിറ്റ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരാഴ്ചയെ നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.